ഒരുത്തനെ അടിച്ചങ്ങ് കൊന്നു. ബംഗ്ലാദേശി എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ കൊന്നേക്കാം. അത് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലാണ് കേട്ടോ. അതും പാലക്കാട് ജില്ലയിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറയാം, വീഡിയോ കാണുന്നതിന്റെ മുമ്പ് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ കാണണ്ട, ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടാൽ മതി. വീഡിയോ കണ്ടിട്ട് ചില കാര്യങ്ങൾ പറയാം നമുക്ക്. अरे फैन और जो गिर रहा है इधर भाषा हिंदी पढ़ना भाषा कौन सा भाषा आपका भाषा क्या भाषा किधर है तुम्हारा गांव किधर है बांग्लादेशी तुम बांग्लादेशी वो मेरा बहन को लिखा है बहन में बांग्लादेशी और तुम्हारे गांव में कहाँ है तुम दो ठोक हाँ हमारे घर बांग्लादेशी और बांग्लादेशी दो ठोक ये आपका बांग्लादेशी हाँ नहीं जानता അപ്പോൾ വീഡിയോ കണ്ടല്ലോ അല്ലേ, പാലക്കാടാണ് നടന്നത്. ഏതായാലും സാക്ഷര പ്രബുദ്ധ അണ്ടി കേരള ആയതുകൊണ്ട് ഇതൊക്കെ നടക്കും. പണ്ട് പട്ടിണി കിടന്നതിന്റെ പേരിൽ, ഒരു ബ്രെഡ് മോഷ്ടിച്ചതിന്റെ പേരിൽ മധുവിനെ അടിച്ചു കൊന്നതും അങ്ങ് പാലക്കാട് അട്ടപ്പാടിയിലായിരുന്നു അല്ലേ. പാലക്കാട്ടുകാരെ മൊത്തം പറയല്ല കേട്ടോ. രണ്ട് കേസും ഒരേ സ്ഥലത്ത് നിന്ന് വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പാലക്കാട്ടുകാർ അങ്ങനെയെന്ന് പറയുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ കേരളം മലയാളികളാണ് പ്രബുദ്ധ മലയാളികളെ ഓരോ വട്ടം ഉത്തരേന്ത്യയിലൊക്കെ നോക്കാൻ പറയും അല്ലേ. ഉത്തരേന്ത്യയിലൊക്കെ നോക്കും, അവിടെ ബീഫ് കൊണ്ടവൻ അടിച്ചു കൊന്നു, രാമനെ വിളിക്കാത്തവൻ അടിച്ചു കൊന്നു, അതല്ലെങ്കിൽ ദളിതൻ അടിച്ചു കൊന്നു, അതല്ലെങ്കിൽ ജാതി മാറി താഴ്ന്ന ജാതിയിൽ നിന്ന് പെണ്ണിനെ ഉയർന്ന ജാതിയിലെ പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ചെക്കനെ അടിച്ചു കൊന്നു എന്നൊക്കെ നമ്മൾ സ്ഥിരം കേട്ടിട്ട്, ഓ നോക്കൂ അങ്ങോട്ട് നമ്മുടെ കേരളത്തിലോട്ട് നോക്കൂ, സുന്ദരം കേരളം, സുഖിനം മറ്റതാണ് മറച്ചതാണ് തള്ളുന്ന അതേ അണ്ടി മലയാളികൾ തന്നെയാണ് ഈ പറഞ്ഞ ചെറ്റത്തരം ഇന്ന് ചെയ്തിട്ടുള്ളത്. പാലക്കാടാണ് നടന്നത്. അയാളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, അയാളെന്തോ കള്ളനാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അയാള് ബോധയിലല്ല, അതായത് എന്തോ ലഹരി എന്തോ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ പ്രബുദ്ധ മലയാളികളാണ്. നിന്റെ പെങ്ങളെങ്ങോട്ടാ കെട്ടിച്ചത്, അല്ലെങ്കിൽ നീ എവിടുത്തുകാരനാണ്, നീ ബംഗ്ലാദേശുകാരനാണെന്ന് കേൾക്കുമ്പം ഒരൊറ്റ അടിയങ്ങ് അടിക്കുന്നുണ്ട്, തലക്കെട്ടുള്ള അടി, ഒരുപാട് അടി അടിച്ചിട്ട് അവന്റെ അസ്ഥികൾ വരെ ഉള്ളിൽ പൊട്ടി പരസ്പരം അവയവങ്ങളിൽ കുത്തിയിട്ടാണ് ആള് രക്തം വാർന്ന മരിച്ചു പോകുന്നത്. 4-5 മണിക്കൂറോളം രക്തം വാർന്ന് കിടന്നു. എന്നിട്ടാണ് ആ പാവം മരിക്കുന്നത്. ആ ബംഗ്ലാദേശുകാരനാണെന്ന് പറഞ്ഞ സമയത്ത് നീ ബംഗ്ലാദേശി ആണല്ലേ എന്നും പറഞ്ഞ ഒരുത്തൻ തലക്കടിക്കുന്നുണ്ട്. ആ പന്ന മോൻ്റെ ഫോട്ടോ ആണ് ഈ സൈഡ് കാണി. അവൻ്റെ ഫേസ് കിട്ടിയില്ല. അവൻ്റെ കയ്യിലുള്ള രാഖിയും അതുപോലെ തന്നെ അവൻ ഉടുത്ത കാക്കിയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനാരും പറയുന്നില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് കണ്ടിട്ടും കയ്യിൽ കെട്ടിയ രാഖി കണ്ടിട്ടും നമുക്കൊരാരും പാർട്ടി ഏതാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കാണുന്ന ആളുകൾ തീരുമാനിക്കും, നിങ്ങൾ ഈ കണ്ട കാവി എടുത്ത് കയ്യിൽ രാഖി കെട്ടി ചരട് കെട്ടിയവന്മാർ ആരാണെന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയാം. അതുകൊണ്ട് ഇതിൽ വിചാരണക്ക് മുൻപിട്ട് വന്നവർ ഏതൊക്കെ ജാതിയിൽപ്പെട്ടവനാണ്, ഏതൊക്കെ മതത്തിൽപ്പെട്ടവനാണെന്നൊക്കെ തിരിച്ചറിയോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ആൾക്കൂട്ട വിചാരണയാണ്. എത്ര പേര് കൂടിയിരുന്നാൽ തല്ലിയന്മാരുടെ പേരും വിവരങ്ങളും കണ്ടോ എന്നുള്ളതൊക്കെ പടച്ച തമ്പുരാനെ അറിയുള്ളൂ. വരെ മാത്രമല്ല, ഇവനൊന്നും ഒരു കാലത്തും രക്ഷപ്പെടും ചെയ്യരുത്. മിനിമം ഇവനൊക്കെ ജയിലിൽ കിടന്ന് നരകിച്ച് ചാവുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വേണം. അത് മധുവിൻ്റെ കേസിൽ നടന്നിട്ടില്ലെങ്കിൽ ഈ കേസിലെങ്കിലും നടത്താൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇതിൻ്റെ പിന്നിൽ ഞാൻ മറ്റൊരു പോസ്റ്റ് കണ്ടു, നമ്മുടെ അനിൽ നമ്പ്യാരുടെ പോസ്റ്റ്. അനിൽ നമ്പ്യാർ ഇതിനെ ഭയങ്കര രൂക്ഷമായി വിമർശിച്ചാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്ത് പറ്റി, അനിൽ നമ്പ്യാർ ഇങ്ങനെയൊന്നും വരാറില്ലല്ലോ എന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഞാൻ മറ്റു ചില കാര്യങ്ങൾ നോക്കിയത്. അതിൽ ഞാൻ പോസ്റ്റ് വായിച്ചുതരാം. സാക്ഷര കേരളത്തിന് അഭിമാനിക്കാൻ മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം കൂടി. ഛത്തീസ്ഗഡുകാരനായ രാം നാരായണനെയാണ് വാളയാറിലെ ഒരു പക്ഷം രക്തദാഹികൾ വിചാരണയ്ക്ക് ശേഷം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അട്ടപ്പാടിയിലെ മധു നീറുന്ന നോവായ അനുഭവമായി നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. എന്നിട്ടും നരഭോജികൾ അഴിഞ്ഞാടുകയാണ്. നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അനുമതി കൊടുത്തിട്ടുള്ളത്? ഒരു ചാൺ വയറിനായി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി അടിച്ചു കൊല്ലാൻ മാത്രം അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? വധശിക്ഷ വിധിച്ചവർ എല്ലാം തികഞ്ഞവരാണോ? പേപ്പട്ടികളെ പോലെ ലജ്ജിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ വിഹരിക്കുന്നുണ്ടെന്ന് അത്യന്തം ഭീതിതമായി നോക്കിക്കാണാവൂ. കേരളത്തിലും മലയാളികൾക്കും അപമാനമാണ് വാളയാറിലെ കൊലയാളികൾ. രാം നാരായണ് പ്രണാമം. രാമിന് വേണ്ടി കണ്ണീരൊഴുക്കാനോ മെഴുകുതിരി കത്തിക്കാനോ ഒരു രാഷ്ട്രീയ സാംസ്കാരിക തൊഴിലാളികളും രംഗത്ത് വരില്ല. കാരണം അയാൾക്ക് വോട്ടില്ല. അയാൾ നമ്മുടെ കണ്ണിൽ അതിജീവിതയുമല്ല. തിരിച്ചറിയണം ഈ കാപട്യം എന്ന് പറഞ്ഞതേ അത് അനിൽ നമ്പ്യാർക്ക് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം ഇതിനെതിരെ സംസാരിക്കണമെങ്കിൽ അനിൽ നമ്പ്യാർ മാത്രമല്ല, നമ്മളെല്ലാവരും സംസാരിക്കും. എല്ലാവരും സംസാരിക്കും. അനിലെ, ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും നമുക്ക് എന്താ പറയുക, സംസാരിക്കാൻ പോലും മോശമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു 100 എണ്ണം
നോർത്ത് ഇന്ത്യയിൽ ബീഫിൻ്റെ പേരിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പല പേരുകളിലും രാമനെ വിളിച്ചിട്ടില്ലെങ്കിൽ വരെ അടിച്ചു പോലും നമ്മൾ കണ്ടു അല്ലേ. അഖ്ലാഖിൻ്റെ ന്യൂസ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തോട്ട് കണ്ടു. അതായത് ഈ യു പിയിൽ നിങ്ങൾക്കറിയാം, ബീഫ് കയ്യിൽ വെച്ചു എന്നും പറഞ്ഞൊരു പെരുന്നാളിന് ആളുകൾ വിളിച്ചിറക്കി കൊണ്ടുപോയി കൊന്ന അഖ്ലാഖിൻ്റെ 10 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു കേസിൻ്റെ അവസ്ഥ എന്തായി നോക്കുന്ന സമയത്ത് ആളുകളെ വെറുതെ വിടണം എന്നാണ് യു പി പോലീസ് കത്ത് കൊടുത്തത്. അപ്പം അത്തരത്തിൽ ഏതായാലും ഒരു പോലീസോ അല്ലെങ്കിൽ ഭരണ സംവിധാനമോ അല്ല കേരളത്തിലുള്ളത്. അത് ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് കേസ് എടുക്കുകയും ചെയ്യും, കിട്ടാവുന്ന പ്രതികളെ പിടിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യു പിയുടെ അത്ര തരം താന്നിട്ടില്ല കേരളം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് അനിൽ നമ്പ്യാർ ടെൻഷൻ അടിക്കേണ്ട. മരിച്ചത് രാം ആയതുകൊണ്ട്, അല്ലെങ്കിൽ എന്ത് രാമായിരുന്നു, ആളുടെ പേരെന്തായിരുന്നു, രാംനാരായൺ ആയതുകൊണ്ട് തന്നെ അനിൽ വന്ന് പ്രണാമം ചൊരിഞ്ഞിട്ടുണ്ട്. അനിലിനോട് പറയാനുള്ളൊരു കാര്യം, ഇത് രാമനാവണമെന്നില്ല. അതിപ്പോൾ മുഹമ്മദ് ആണെങ്കിലും രാമനാണെങ്കിലും ജോസഫ് ആണെങ്കിലും അത് ചെയ്തവന്മാർ ആരാണെങ്കിലും അവന്മാരെ തൂക്കണം. അത് രാമനായതുകൊണ്ട് പ്രത്യേകിച്ചൊരു കണ്ണീര് എന്നൊന്നും ഈ അനിലിന് വന്ന പോലെ നമുക്ക് വന്നിട്ടില്ല. നമുക്കത് ആരാണെങ്കിലും നമുക്ക് കണ്ണീര് വരും. നമ്മളെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം ഇതിപ്പോൾ ഇന്ത്യയിൽ കോമൺ ആയി നടക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ യു പി, ബീഹാർ, ആസാം, ഈ പറഞ്ഞ സ്ഥലങ്ങൾ, ഛത്തീസ്ഗഡ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലോട്ടും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തില്ല, റിപ്ലിക്കേറ്റ് ചെയ്ത് വരുന്നു എന്ന് കാണുമ്പം ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ആ ഫോട്ടോയിൽ കണ്ട ആളുകൾ അതേത് ബംഗ്ലാദേശി ആയതുകൊണ്ട് അടിച്ചു അല്ലെങ്കിൽ ബംഗ്ലാദേശി എന്ന് കേട്ടപ്പോൾ അവൻ്റെ കൈ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞൊരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ വന്നു, ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കും, ബംഗ്ലാദേശികൾ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ രാജ്യത്ത് വന്നിട്ട് ഇവിടെ ഭീകരപ്രവർത്തനം, ഭീകരവാദികളായിട്ട് മാറുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇതിൽ ബംഗ്ലാദേശി എന്ന് കേട്ട് കൈ ധരിച്ച് കയ്യിൽ രാഖി കെട്ടി കാക്കി ഉടുത്തവനാണ് അടിച്ചതെന്ന് നമ്മൾ കണ്ടു. ആൾക്കൂട്ടമാണ് അതിലൊരുത്തൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇത്രയും നമ്മൾ കണ്ട സ്ഥിതിക്ക് ആരാണ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ലീഡ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അല്ലേ. അനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇത്രയും മോശപ്പെട്ടൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതാരാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. രാമനാണെങ്കിലും അത് മുഹമ്മദ് ആണെങ്കിലും ജോസഫ് ആണെങ്കിലും ആരാണെങ്കിലും മരിച്ചത് മനുഷ്യനാണ്. ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ അവരെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റട്ടെ. ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മാറി കേരളത്തിൻ്റെ അപ്പുറത്തോട്ടുള്ള മറ്റ് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ മരിക്കുന്ന ആളുകളെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതെന്നും ദളിതനായിരിക്കും, താഴ്ന്ന ജാതിപ്പെട്ടവനായിരിക്കും. അതല്ലെങ്കിൽ ബീഫിൻ്റെ പേരിലോ ജയശ്രീരാമിൻ്റെ പേരിലോ മുസ്ലിങ്ങളായിരിക്കും. അതല്ലെങ്കിൽ മതം മാറ്റി എന്ന് പറഞ്ഞ പേരിൽ അത് ക്രിസ്ത്യാനികളായിരിക്കും. ഈ ആളുകളെയാണ് സ്ഥിരം ആൾക്കൂട്ട വിചാരണക്ക് കൊലപ്പെടുത്താറുള്ളത്. അന്നൊന്നും കാണാത്ത കണ്ണീർ അറ്റ്ലീസ്റ്റ് നമ്മുടെ അനിലിന് കേരളത്തിലെ അതും ഒരു രാമൻ എന്ന പേരുള്ള ഒരാൾക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അനിലെ ഈ രാമന് മാത്രമല്ല ആർക്ക് വന്നാലും ഈ കണ്ണീര് വരട്ടെ, ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ പോസ്റ്റുകൾ വരട്ടെ നിൻ്റെ കയ്യിൽ നിന്ന് എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഇത് കണ്ട സമയത്ത്. ഏതാണെങ്കിലും ഇത് ചെയ്തവരാരാണെങ്കിലും അവന്മാർ എത്രയും പെട്ടെന്ന് തൂക്കാൻ പറ്റട്ടെ. തൂക്ക് മാത്രമല്ല, ആ പ്രബുദ്ധ മലയാളി കോമരങ്ങളെ എത്രയും പെട്ടെന്ന് ജയിലിലിട്ട് അവിടെ കിടന്ന് നരകിച്ച് ഈ വൃത്തികെട്ട ജാതികളൊക്കെ ചത്തൊടുങ്ങട്ടെ എന്ന് വരെ പ്രാർത്ഥിക്കുന്നു.